സർക്കാർ ഭൂമിയൊക്കെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒഴിപ്പിക്കണം. അത് എത്ര വലിയ കൊമ്പനായാലും ശരി. നമ്മളെ വില്ലേജിൽ പണി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വില്ലേജിന് പ്രശ്നമില്ലല്ലേ? നമ്മുടെ വില്ലേജ് നല്ല വില്ലേജിനൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയതല്ലേ? ആ തെക്കുംപുറം വില്ലേജാണ്. ഒയ്യോ, അവിടെയുള്ള പണക്കാർ മുഴുവന് എവിടേക്ക് എന്തൊക്കെ കയ്യേറിയെന്ന് ആർക്കറിയാം. ഇതോ ഇപ്പൊ ഈ വണ്ടി അവിടെ നിർത്തിയിട്ട് നോക്ക്. എന്റെ അപ്പന്റെ വകയല്ലേ ഇപ്പൊ ഈ റോഡ്. ഇതിലിപ്പോ എന്താ കുഴപ്പമെന്നോ? അതിന്റെ ടയർ എവിടെ വെച്ച് കണ്ടോ? ഇത് റോഡിൽ ഇതൊന്നും ബിസയാക്കണ്ടെങ്കിലിത്. എടാ പ്രതികരിക്കണടോ. ഇത്തരം സംഗതികൾ കണ്ടു കഴിയുമ്പോ പ്രതികരിക്കണം. ഇപ്പൊ അവിടുന്ന് ഒരു വണ്ടി വന്നു, ഇവിടുന്ന് ഒരു വണ്ടി വന്നു. ഇവിടെ വെച്ച് ക്രോസ് ചെയ്യണം. ഈ കുന്തമിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ക്രോസ് ചെയ്യുമെന്ന്. മാത്രല്ല ഒരാൾക്ക് സഞ്ചരിക്കണമെങ്കിൽ നോക്ക്. എന്തിനാണ് ഇത്രയും വലിയ ഒരു വണ്ടി? ഇതിന് 10 ആളെ കൊള്ളിടോ. അടുപ്പിച്ചടുപ്പിച്ചിരുന്ന 15 ആളെ കൊള്ളു തരും. അപ്പൊ സംഭവം മറ്റേ തന്നെ. എന്ത്? അസൂയ. ഒരാൾക്കൊരു കാറ് കണ്ടാൽ നിങ്ങൾക്ക് അസൂയ. എല്ലാരും നിങ്ങളെ പോലെ സ്കൂട്ടറിൽ നടക്കണ കാര്യ. ദൈവേ, ഇതിന്റെ പേരാണോ അസൂയ? അല്ല, ഇതിന്റെ പേര് കുസുമ്പുന്നാ. ആരാണ്? ഹലോ, ആര്? മതിലോ? എന്തിന്? അവിടെ നിൽക്കാൻ പറ. ഞാൻ ആ വീട്ടിലേക്ക് വരികയാണ്. ആ, ഞാൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറ. ഏത് സർക്കാർ ഉദ്യോഗസ്ഥനായാലും. അത് വേറെ വിഷയമുണ്ട്. മതി സോണി മോനെ, ഇതിപ്പോ കന്നാലിയെ കെട്ടാനൊന്നും അല്ലല്ലോ. ഭർത്താവ് ഇപ്പൊ വരും. എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ? ഭർത്താവ് വരുമ്പോ ഇനിയും നമ്മൾ 3-4 കല്ലൂടെ ഇടാൻ. അത് തിരിച്ചിടറോ? എടാ തിരിച്ചിടറോ? എന്താടോ എടാ പ്യാരിജാത, അത് താഴ്ത്തു തട്ടോ. എന്നിട്ട് ഇങ്ങനെ തിരിക്കടോ. താൻ സർവേ ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കോ? സാർ, ഇത് ഭയങ്കര മോശമാണ്. ഇവിടെ ഇത് മോശമാണ്. സർക്കാർ ഭൂമി കൈയേറിക്കുന്നത് വളരെ മോശമാണ്. സാർ, ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ? എന്റെ ഭർത്താവ് ഒന്ന് വന്നോട്ടെ. ഭർത്താവ് വന്നിട്ടേ കുറച്ച് കാര്യം എനിക്ക് ചോദിക്കാം. എടാ താനൊന്ന് മാറിയുന്നേ. കഷ്ടമില്ല. ഹലോ, സർവേ എന്ത് സർവേ? റീസർവേ. സർവേ ശരിയായി തരാം. ഒരെണ്ണം അവിടെ ഒരെണ്ണം ഇവിടെ. ഇനി അടുത്ത് ഏട്ടൻ വേണ്ട, ഞങ്ങൾ കുഴിച്ചിട്ടോളാം. ഇയാൾ ആരാണെന്ന്? ഞാൻ ഈ താലൂക്കിലെ സർവേയർ മന്മഥൻ. നീ ആരോട് ചോദിച്ചിട്ട് വകുപ്പ് കയറിയത്? സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതെ, ഒരു സർവേയർക്ക് പുറമ്പോ കളക്കാൻ ആരുടെ അനുവാദം വേണ്ട. ഇത് പുറമ്പോക്കാ? അതെ, ഇത് എന്റെ അച്ഛന്റെ സ്വത്താണ്. തന്റെ അച്ഛൻ സർക്കാരാണോ? ഒരു കാര്യം ഞാൻ പറയാം. വെറുതെ വെള്ളം വെച്ചോണ്ടത് കാര്യം. നിങ്ങളെ വിവരം വിദ്യാഭ്യാസം ഇല്ല ആൾക്കാർ. ഞാനൊരു ഐഡിയ കൊണ്ട് പറഞ്ഞുതരും. വേണം എഴുതിയെടുത്തോ. ഇതാ സാറ് വന്നേ പിന്നെ ഒരു കല്ലങ്ങാണ് കുഴിച്ചിട്ടു. രണ്ടാമത്തെ കല്ല് ഇത്. സത്യടി ഈ കല്ല് എടുത്തോട്ട്. മറ്റേത് അറിയണ്ടായിക്കോട്ടെ. പ്രശ്നം തീർന്നല്ലോ. അടുത്ത കല്ലിടറ. ഞാനൊരു കാര്യം പറയാം. എന്റെ മുളപ്പിൽ വന്നിട്ട് ബോറുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിനും ഞാൻ കോടതി. മന്മഥൻ സർവേറിട്ട കല്ലാണ് ഇത്. ഊരിയാത്ത വിവരം അറിയും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ തടസ്സം നിൽക്കരുത്. എന്താണ് ബഹളം? എന്താണ് സുധരേട്ടാ? സത്യേട്ടന്റെ ഭൂമി പുറമ്പോക്കാൻ അളക്കാൻ ആള് വന്നിക്കാണേ. അയ്യോ, അതെയോ? എന്റെ പൊന്ന് ചേട്ടാ, റോഡ് പുറമ്പോക്കാണ് ഇയാള് കയ്യേറി മതിൽ കെട്ടി വെച്ചാണ്. പാട്ടിന് പോകണം. എവിടെ പോവാൻ? ഇത് എന്റെ ഭൂമിയാണോ? ഇത് എന്റെ ഭൂമിയാണ്. ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. അല്ല സത്യം, അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത് സർക്കാർ ഭൂമിയല്ലേ? എന്ത് സർക്കാർ ഭൂമി? നല്ല കാര്യമുണ്ട് സാറേ. അപ്പൊ ഈ മതില് പൊളിക്കേണ്ടി വരുമോ? ഉറപ്പായിട്ട് പൊളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ പൊളിപ്പിക്കും. സത്യ അതെ, ഈ മതില് പൊളിക്കുമ്പോ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. പാട്ട് പോണോ? അല്ലടോ, പലരുടെയും പലതും ഇങ്ങനെ പൊളിയുമ്പോ താൻ മാത്രം ഇങ്ങനെ കിടന്ന് സന്തോഷിച്ചാ പോരല്ലോ. ഞങ്ങളും കൂടി ഇതൊക്കെ പൊളിയുമ്പോ ഒന്ന് സന്തോഷിക്കട്ടോ. തന്നെ പോലെ കുറെ നാറുകളുണ്ടോ നീതിയോടും നിയമത്തോടും യാതൊരു ബഹുമാനം ഇല്ലാത്തവര്. മറ്റുള്ളവരൊന്നും അങ്ങോട്ട് പച്ച പിടിച്ചു തരുന്ന കണ്ട അതിൽ അസൂയ മൂത്തിട്ട് അവരെ തകർക്കാൻ നീതിയുടെ നിയമത്തിന്റെ പഴുത് അന്വേഷിച്ചു പോകും. എന്നാ അവനവനും വല്ല കാര്യം ഉണ്ടായാലോ? നീതിയില്ല, നിയമമില്ല. അല്ലേ സത്യ? ന്യായം
പാറിമായം